ഈ ആത്മീയ ചൂഷണം നടത്താൻ വേണ്ടിയിട്ട് പിന്നെ അയാൾ ആയത്തോതാണ്. ഞാൻ തുടക്കത്തിൽ ഓതിയ ആയത്ത് തോലൂത്ത് എന്ന മഹാനെ കുറിച്ച് പറഞ്ഞിടത്ത് വഖാല ലഹും നബിയുഹും ഇന്ന ആയത മുൽകിഹി അൻ യഅതിയകുമുത് തബൂത്ത്. തോലൂത്താണ് നേതാവ് എന്നതിന്റെ അടയാളം. തോലൂത്ത് എന്നവർക്കൊരു പെട്ടി വരും. ആ പെട്ടിയിലുണ്ട് സകീനത്തും മിർ റബ്ബിക്കും, റബ്ബിൽ നിന്നുള്ള സകീനത്തുണ്ട്. അത് കിട്ടിയാൽ ആ പെട്ടിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുമ്പോ തന്നെ പ്രത്യേകമായ ഒരു അടക്കം, ഒരു സകീനത്ത് വരും, ഒരു ശാന്തത. വബഖിയത്തും മിമ്മാ തറക ആലു മൂസ വആലു ഹാറൂൻ. മൂസാ നബി അലൈഹിസ്സലാമും ഹാറൂൻ നബിയും അവരുടെ കുടുംബവും അവരുപയോഗിച്ച ആസാറുകളുള്ള പെട്ടിയാണത്. മൂസാ നബി ഉപയോഗിച്ച ചീർപ്പ് മുതൽ നമ്മൾ റബീഉൽ അവ്വലിന് പ്രദർശിപ്പിക്കാറില്ലേ ആസാറുകൾ, ഇതുപോലെയുള്ള ആസാറുകൾ ഒക്കെ വെച്ച പെട്ടിയാണ്. അവരുടെ വടിയുണ്ട്, അതിൽ അവരുപയോഗിച്ച ബ്രഷ് വരെയുണ്ട്. ആ പെട്ടിയതാ തഹ്മിലുഹുൽ മലായിക, എല്ലാരും കാണുന്ന രൂപത്തിൽ തന്നെ മലക്കുകൾ ചുമന്നു കൊണ്ടുവരും. ആ പെട്ടിയാണ് തോലൂത്ത് എന്നവരുടെ അധികാരത്തിന്റെ അടയാളമെന്ന് ഖുർആൻ പറഞ്ഞപ്പോ ഈ നാറിയ പെട്ടിയെ ന്യായീകരിക്കാൻ ഈ നിയൽവാദി ഈ ആയത്തോതിയിട്ട് അതിനോട് ഉപമിക്കുകയാണ്. എത്ര വലിയ അബദ്ധമാണ് ഈ ചെയ്യുന്നത്. നോക്കൂ അയാളെ പ്രസംഗം. ആ പരിപാടിക്ക് എത്ര വലിയ തുക വേണം? അതിന് താഴേത്തട്ടിൽ നിന്ന് സ്വരൂപിച്ചെടുക്കാൻ ഉദ്ദേശിച്ചുകൊണ്ട് ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹുവിന്റെ ഒരു പദ്യവും അതിന്റെ പുറത്തു കൊടുത്തുകൊണ്ട് സ്ഥാപിക്കപ്പെട്ടതാണ് നമ്മുടെ നിധിപ്പെട്ടി. അതൊരു നല്ല ബറക്കത്തുള്ള പെട്ടിയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഒന്നുകൂടി അവിടെ പോയിന്റ് ആണ് ഒന്നാമത്. അതൊരു ബറക്കത്തുള്ള പെട്ടിയാണ്. എന്താണോ അതിന്റെ ദലീൽ? ആ പെട്ടിക്ക് ബറക്കത്തുണ്ടെന്ന് പറയാൻ ആരാണ് നിനക്ക് അധികാരം തന്നത്? മഹാനരായ തൃപ്പനച്ചി ഉസ്താദിന്റെ കൊടിമരത്തിന് കൂലിയുണ്ടെന്നും ബറക്കത്തുണ്ടെന്നും പറഞ്ഞപ്പോ തോന്നിവാസമെന്ന് പറഞ്ഞ നിയൽവാദി മുസ്ലിയാരെ, ഈ പെട്ടിക്ക് ബറക്കത്തുണ്ടെന്നതിന്റെ തെളിവെന്താ? ആരാ പറഞ്ഞത്? ഖുർആനുണ്ടോ? ഹദീസുണ്ടോ? താങ്കൾക്ക് ഇൽഹാമുണ്ടോ? എന്ത് ബറക്കത്താണോ ഉള്ളത്? ആരാ ഇത് പഠിപ്പിച്ചത്? നിന്റെ പെട്ടിക്ക് ബറക്കത്തോ? പച്ച തോന്നിവാസം പറയുന്നത്. ബറക്കത്തുണ്ടെന്ന് തീരുമാനിക്കല് വെക്ക് ഒന്നുകൂടി. എന്നിട്ട് അതിന് ആ ബറക്കത്തെ സ്ഥിരപ്പെടുത്താനാ തോലൂത്ത് എന്നവരെ പെട്ടി കൊണ്ടുവരുന്നത്. ആ വെക്ക്. നമ്മുടെ നിധിപ്പെട്ടി അതൊരു നല്ല ബറക്കത്തുള്ള പെട്ടിയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം സുഹൃത്തുക്കളെ, ഇവിടെ പരിശുദ്ധ ഖുർആൻ പറയുന്നത് ഇസ്ലാമിന്റെ നിലനിൽപ്പിന് വേണ്ടി പോരാടുന്ന സമൂഹത്തിന് നേതൃത്വം കൊടുക്കുന്ന താലൂത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇറക്കി കൊടുത്തൊരു പെട്ടിയെ സംബന്ധിച്ചാണ്. ഫീഹി സകീനത്തും മിർ റബ്ബിക്കും, നിങ്ങളുടെ റബ്ബിൽ നിന്നുള്ള സമാധാനം ആ പെട്ടിയിലുണ്ട്. ഞാൻ പറയട്ടെ, സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ 100 വർഷത്തെ പ്രവർത്തനം നടന്ന് ഇനിയും 100കൾ പിന്നിടേണ്ടുന്ന ആ മഹത്തായ സംഘടനയുടെ പ്രവർത്തനത്തിനു വേണ്ടി സ്ഥാപിക്കപ്പെട്ട പെട്ടി വലിയ ബറക്കത്തുള്ള പെട്ടിയാണ് എന്ന് പറയേണ്ടതില്ല. അത് എല്ലാവരും പരിഗണിച്ചുകൊണ്ട് നന്നായി സഹായങ്ങൾ നിക്ഷേപിച്ച് തിരിച്ചു കൊടുക്കണമെന്ന് സാന്ദർഭികമായി ഞാൻ ഉണർത്തുകയാണ്. സുഹൃത്തുക്കളെ, പറഞ്ഞു വന്നത് ആ പെട്ടിയെ സംബന്ധിച്ച് പറയാണ് ഫീഹി സകീനത്തും മിർ റബ്ബിക്കും. ഏത് പെട്ടി? താലൂത്തിന് ഇറക്കി കൊടുത്ത പെട്ടി. അതിൽ മനസ്സമാധാനമുണ്ട്. അത് ആ പെട്ടിയും ഈ പെട്ടിയും തമ്മിൽ എങ്ങനെ തുലനം ചെയ്യപ്പെടോ? ഇത് വ്യാജ പെട്ടി. സമസ്ത എന്ന് പറഞ്ഞേ തന്നെ തെറ്റ്. അല്ലെങ്കിലും തോലൂത്ത് എന്നവരെ പെട്ടിയിൽ പൈസ അറിയുന്നതനുസരിച്ച് ബറക്കത്ത് വരുന്ന പെട്ടിയല്ലേ. അതിൽ പൈസ അറിയണ പരിപാടി തന്നെയല്ല. അതിനങ്ങനെ ഒരു ദ്വാരം തന്നെ അല്ലടോ. ഇവന്റെ പെട്ടി പൈസ കുറഞ്ഞാൽ ബർക്കത്ത് കുറഞ്ഞ പെട്ടിയാ. പൈസ കൂടുന്നതിനനുസരിച്ച് ബർക്കത്ത് കൂടുന്ന പെട്ടി. അങ്ങനെയുള്ള പെട്ടിയാണോ അവരുള്ള തോലൂത്ത് എന്നവർക്ക് കിട്ടിയ പെട്ടി? ആ പെട്ടി അള്ള കൊടുത്ത പെട്ടിയാ. ആ പെട്ടിയിൽ മൂസാ നബി അലൈഹിസ്സലാമും ഹാറൂൻ നബിയും അങ്ങനെയുള്ള അമ്പിയാക്കളുടെ ആസാറുകളാ ഉള്ളത്. അവരുപയോഗിച്ച വസ്തുക്കൾ. അതിൽ പൈസ എറിയണ പരിപാടിയില്ല. പൈസ കുറഞ്ഞാൽ ബർക്കത്ത് കുറയണ പണിയില്ല. ഈ വലിയ ബർക്കത്തുണ്ട് തന്നെ വലിയ പൈസ പോകാൻ വേണ്ടിയിട്ടാ.
അതാ ബർക്കത്ത്. പൈസയുമായി ബന്ധമുണ്ടോ? ഇവിടെ എന്താ വിഷയം നിങ്ങൾക്ക് ക്യാഷ് കിട്ടാനാവുമ്പോ അപ്പൊ നിങ്ങൾക്ക് ത്വാലൂത്തിന്റെ പെട്ടി ഓർമ്മ വരിക. ഇനി ഒരു പെട്ടിയും കൂടി ഉണ്ട്. മൂസാ നബി കുട്ടിയായപ്പോ നെയിൽ നദിക്ക് അതിലിട്ടുകൊണ്ടാണ് ഇട്ട്. ഇനി അടുത്ത യോഗത്തിൽ ആ പെട്ടിയും കൂടി പറഞ്ഞേക്ക്. അല്ലെ, മൂസാ നബിന്റെ അമ്മ ഒരു പെട്ടിയിലാക്കിയിട്ടാണ് നെയിൽ നദി കിട്ട്. ആ പെട്ടിയുടെ ബർക്കത്താണ് ഈ പെട്ടിക്ക് എന്നുള്ള വിടലും കൂടി വിട്ടേക്ക്. നിർവരിങ്ങള് പൈസ കിട്ടുന്നവർക്ക് അവൻ മടവൂർ ഷെയ്ഖൊക്കെ വന്നിന്. ഓ, മടവൂർ ഷെയ്ഖാണ് നമുക്ക് എല്ലാ ആശീർവാദം. ഞാൻ അടുത്തിന് പറയുന്നുണ്ട്, മടവൂർ ഷെയ്ഖിനെയാണ്. അങ്ങനെ നിങ്ങൾക്ക് ആ ആശീർവാദം പറ്റല്. ബുദ്ധിയില്ല എന്ന് പറഞ്ഞ പോലും ബുദ്ധിയില്ലാത്ത അവസ്ഥയില്ല എന്ന് പറയുമ്പോൾ അവിടെ പിന്നെ ആശീർവാദം പറ്റല. അതുകൊണ്ട് ഞങ്ങൾ പറയാ, നിങ്ങളൊരു കാര്യം ചെയ്യ്, ത്വാലൂത്ത് എന്നവരും മൂസാ നബിനെയും ഈസാ നബിനെയും അവരെ അനന്തരക്കാരായ മശായിഖിനെയും ഒക്കെ അവിടെ നിർത്തി നിങ്ങളെ പേര് പറഞ്ഞൊരു പെട്ടി ഉണ്ടാക്കുക. നെയ്യൽവാദി അയാളെ പേരെഴുതി വെച്ചിട്ട് പെട്ടി കൊടുക്കും. പൊട്ടാൻ പറയാനും പോകേണ്ടി വരില്ല. മൊയ്ലേമാരെ പേരിൽ ഇറക്കി പെട്ടി. ഓരോ മുശാവർ അംഗത്തിന്റെ പേരിൽ 4 പെട്ടിയുടെ ഇറക്കി. ഈ പെട്ടി സുന്ദൂക്കുന്നിൽ ജന്ന അലസ്മി പേരോട് ഇറക്കിങ്ങള്. 5 പൈസ കിട്ടൂല എന്ന് ഉറപ്പുണ്ടായിട്ട് പൈസക്ക് വേണ്ടി മാത്രം ത്വാലൂത്ത് എന്നവരെ ചരിത്രം പറഞ്ഞ് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു നിഅമത്തായി എടുത്തു പറഞ്ഞ ആ താബൂത്തിനെ നിന്റെ വ്യാജപ്പെട്ടിയോട് ഉപമിച്ചത് മാപ്പർഹിക്കാത്ത കുറ്റമാണ്, ആത്മീയ ചൂഷണമാണ്. ഇതല്ലേ ഏറ്റവും വലിയ വലിയ ബറക്കത്ത്. ഏടുന്നാണ് അതിനൊക്കെ തെളിവ്? എന്നിട്ട് പൈസ ഇടണില്ലേ ആരും. അപ്പൊ ഒന്ന് അളന്നു നോക്കുമ്പോ അപ്പുറത്തെ സമസ്തക്ക് കിട്ടിയ ആ വരവുണ്ട് വരുന്നില്ല. അത് സമസ്ത ഒറിജിനലാ, അത് വ്യാജ. പിന്നെ നമ്മളെ മുട്ടിപ്പടിത്തങ്ങൾ പറഞ്ഞിരുന്നല്ലോ, ഞങ്ങളുടെ സമ്മേളനം സമസ്തയുടെ 100-ാം വാർഷികം ഇത് നടത്താൻ ഇന്ത്യ രാജ്യത്ത് തന്നെ ഒരു സ്ഥലം ഞങ്ങൾ